വരുന്ന 2026 ജൂൺ 15 മുതൽ കേരളത്തിലെ ആനവണ്ടികളിൽ സ്ത്രീകൾക്ക് യാത്ര പൂർണ്ണമായും സൗജന്യമാണ്. ഒരു രൂപ പോലും ടിക്കറ്റില്ലാതെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. കേൾക്കാൻ വല്ലാത്തൊരു സുഖമുണ്ടല്ലേ? എന്നാൽ ഈ സൗജന്യ യാത്രയ്ക്ക് പിന്നിൽ ഒരു വലിയ സാമ്പത്തിക കെണിയുണ്ട്. അത് നിങ്ങളുടെയും എന്റെയും കീശയിൽ നിന്നാണ് പോകുന്നത്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പാടുപെടുന്ന കെഎസ്ആർടിസിയെ ഈ പദ്ധതി എങ്ങനെ ബാധിക്കും? ലാഭമാണോ അതോ വൻ ദുരന്തമാണോ? നമുക്ക് നോക്കാം. നിലവിൽ കെഎസ്ആർടിസിക്ക് ദിവസവും ഏകദേശം 8 കോടി രൂപയാണ് ടിക്കറ്റ് വരുമാനം കിട്ടുന്നത്. ഇതിൽ പകുതിയും, അതായത് 4 കോടിയോളം രൂപ തരുന്നത് സ്ത്രീ യാത്രക്കാരാണ്. പുതിയ നിയമം വരുമ്പോൾ ദിവസേന 14 ലക്ഷത്തിലധികം സ്ത്രീകൾ ഫ്രീയായി യാത്ര ചെയ്യും. ഇതുവഴി കെഎസ്ആർടിസിക്ക് വരുന്ന നഷ്ടം എത്രയെന്നറിയാമോ? സർക്കാർ ഈ പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയാൽ പോലും വർഷം 700 കോടി രൂപയുടെ നഷ്ടം വരും. ഇനി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ ആകെ നഷ്ടം വർഷം 1012 കോടി രൂപയായി ഉയരും. ലളിതമായി പറഞ്ഞാൽ ഓരോ മലയാളി കുടുംബത്തിന്റെയും നികുതി പണമാണ് ഇതിലേക്ക് പോകുന്നത്. പക്ഷേ ഈ പദ്ധതി പൂർണ്ണമായും ഒരു പരാജയമാണെന്ന് പറയാൻ കഴിയില്ല. ഇതിനു പിന്നിൽ ഒരു വലിയ സോഷ്യൽ മാന്ത്രികത ഒളിഞ്ഞിരിപ്പുണ്ട്. ടിക്കറ്റ് ചാർജ് ലാഭിക്കുന്നതിലൂടെ സാധാരണക്കാരായ സ്ത്രീകളുടെ കയ്യിൽ ഓരോ മാസവും നല്ലൊരു തുക ബാക്കിയാകും. ഈ പണം അവർ വീട്ടിലെ മറ്റാവശ്യങ്ങൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി ചിലവഴിക്കും. ഇതുവഴി വിപണിയിൽ കച്ചവടം കൂടും. അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിന് ജിഎസ്ടി വഴി മാത്രം വർഷം 90 കോടിയോളം രൂപ തിരികെ കിട്ടും. മാത്രമല്ല, കർണാടകയിലെ ശക്തി പദ്ധതി പോലെ യാത്രാച്ചെലവ് ഇല്ലാതാകുന്നതോടെ കൂടുതൽ സ്ത്രീകൾ ജോലിക്കിറങ്ങാൻ തുടങ്ങും. ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു കരുത്താകും. എന്നാൽ ഈ പദ്ധതിക്കു മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വില്ലൻ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളാണ്. കേരളത്തിലെ പകുതിയിലധികം റൂട്ടുകളിലും ഓടുന്നത് പ്രൈവറ്റ് ബസ്സുകളാണ്. സ്ത്രീകൾ കൂട്ടത്തോടെ കെഎസ്ആർടിസിയിലേക്ക് മാറുമ്പോൾ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ 18% കുറവുണ്ടാകും. ഇത് പല പ്രൈവറ്റ് സർവീസുകളും പൂട്ടിപ്പോകാൻ കാരണമാകും. അതുമാത്രമല്ല, കെഎസ്ആർടിസിയിലെ തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി 450 പുതിയ ബസ്സുകളെങ്കിലും വാങ്ങേണ്ടിവരും. അതിനായി 150 കോടിയുടെ അധിക ചിലവ് വേറെയും വരും. ചുരുക്കത്തിൽ, സ്ത്രീ ശാക്തീകരണത്തിന് ഈ പദ്ധതി മികച്ചതാണെങ്കിലും കെഎസ്ആർടിസിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇതൊരു വലിയ പരീക്ഷണമായിരിക്കും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് പ്രൈവറ്റ് ബസ്സുകളെ തകർക്കുമോ അതോ സാധാരണക്കാർക്ക് ഇതൊരു വലിയ സഹായമാകുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.